ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5% വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. കുഞ്ഞുങ്ങളെ, അപ്പം പലിശ നിരക്ക് 4% അറിഞ്ഞു നമ്മൾ അല്ലേ? അവിടെ സ്വർണം പണയം വെച്ച് ഞാനൊരു 12,500 രൂപ കടമെടുക്കുക. 3 വർഷത്തിന് ശേഷം 8,500 രൂപ തിരിച്ചടച്ചെങ്കിൽ ഇനിയും ആ ലോൺ തീർക്കാൻ ഞാൻ എത്ര രൂപ കൂടി തിരിച്ചടയ്ക്കാനുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിക്കാം. 12,500 രൂപയാണ് ഞാൻ കടമെടുത്തത് അല്ലേ എൻ്റെ കുട്ടികളെ? എത്ര പലിശ അടയ്ക്കണം? 1 വർഷം അതിൻ്റെ 4% പലിശ അടയ്ക്കണം. അപ്പോൾ 1 വർഷം കൊണ്ട് അടയ്ക്കേണ്ട പലിശ എത്രയെന്ന് കാണാൻ 12,500ൻ്റെ 4% എത്രയെന്ന് നോക്കിയാൽ പോരായോ? 12,500 ഇൻറ്റു 4/100. സീറോസ് ക്യാൻസലാണ്. 125 ഗുണം 4 500 എന്ന് കിട്ടും. ഇതെന്താ? 1 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ട പലിശയാണ്. അങ്ങനെങ്കിൽ എൻ്റെ കുട്ടികൾ ചിന്തിക്കുക, 3 വർഷം കൊണ്ട് എത്ര അടയ്ക്കേണ്ടി വരും? 500 ഗുണം 3 1,500 രൂപ പലിശ ഇനത്തിൽ മാത്രം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, 12,500 3 വർഷം കഴിയുമ്പം തിരിച്ചടയ്ക്കണം. അതിൻ്റെ പലിശയായ 1,500 ഞാൻ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ ടോട്ടൽ ഞാൻ തിരിച്ചടയ്ക്കേണ്ട തുക എത്രയെന്ന് ചോദിച്ചാൽ 14,000 രൂപയാണ്. ക്ലിയർ ആണോ? ഇനി എന്താ പറയുന്നത്? അത്രയും എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല, 8,500 ഞാൻ തിരിച്ചടച്ചു. അങ്ങനെങ്കിൽ ആ ലോൺ തീരാൻ ഇനി എത്ര രൂപ കൂടി ഞാൻ അടയ്ക്കാനുണ്ട് എന്നതാണ് ചോദ്യം. 14,000 അടയ്ക്കേണ്ടതാ, 8,500 അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ബാലൻസിന് എത്ര കൂടെ അടയ്ക്കാനുണ്ട്? 14,000 മൈനസ് 8,500 5,500 രൂപ കൂടി അടച്ചാൽ ആ ലോൺ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ, താങ്ക് യു.